നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചൂള്ളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 28/8/2025 വ്യാഴാഴ്ച റബ്ബർ വില. സ്വർണം എങ്ങനെ വാങ്ങും? ഞെട്ടിപ്പിക്കുന്ന സ്വർണ്ണ വിലയാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് റബ്ബർ വില നോക്കാം. റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS 4 കിലോ 189, RSS 5 കിലോ 186, ISNL 20 164, ലാറ്റക്സ് 60% 132 രൂപ മുതൽ ആണ്. ഇതാണ് കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 189, RSS 5 കിലോ 186 ആണ്. ഇതാണ് കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡ് ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 180, ലോട്ട് കിലോ 169 മുതൽ 174 ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 121, 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 90 രൂപ 75 ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 181, RSS 5 കിലോ 178, ISNL 20 162 50 മുതൽ 163 രൂപയാണ്. ഒട്ടുപാൽ നോക്കുമ്പോൾ വ്യാപാരി വില ഒട്ടുപാൽ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 103 മുതൽ 110 വരെയാണ്. ഇന്നത്തെ റബ്ബർ വിലയിൽ RSS 4ഉം 5ഉം ISNLലും ഒട്ടുപാലും മാറ്റമില്ലാതെ തുടരുകയാണ്. കേരളത്തിലെ രാവിലത്തെ സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണം ഒരു പവൻ്റെ മുകളിൽ 280, 1 ഗ്രാമിൻ്റെ മുകളിൽ 35 രൂപയാണ് കൂടിയിരിക്കുന്നത്. 22 ക്യാരറ്റ് 1 ഗ്രാം 9390, 1 പവൻ 75,120. അതേസമയം 24 ക്യാരറ്റ് 1 ഗ്രാം 10,244, 1 പവൻ 81,952. ഇതാണ് രാവിലത്തെ സ്വർണ്ണവില. സ്വർണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. തേങ്ങ വില, തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 85, കൊപ്ര എടുത്തവിടെ 219, വെളിച്ചെണ്ണ ലിറ്ററിന് മില്ലാട്ടിയ 480, കൊക്കോ 340 മുതൽ 370, കശുവണ്ടി 100, കച്ചാലം ഉണങ്ങിയത് 450, അടയ്ക്ക പുതിയത് 350 മുതൽ പഴയത് 360, കാഞ്ഞിരക്കുരു 1850, കയറ് ഇഴക്കയർ 10, കരിപ്പൊട്ടിക്കയർ 10 മുതൽ 15, ജാതിക്ക തൊണ്ടോടുകൂടി 300, കുരുമുളക് ഗാർബിൾഡ് കിലോ 712, കുരുമുളക് അൺഗാർബിൾഡ് കിലോ 692, പുതിയ കുരുമുളക് 682. നാടൻ കുരുമുളക് 685, ചേട്ടൻ 675 ആണ്. ഗ്രാമ്പൂ 775, നാടൻ 880, ചുക്ക് ബസ് 250, മഞ്ഞൾ സേലം 155. എന്തായാലും റബ്ബർ കർഷകർക്കും ടാപ്പിംഗ് തൊഴിലാളികൾക്കും പാട്ടൻ തൊഴിലാളികൾക്കും വളരെ നിരാശയായി. കാര്യം കനത്ത മഴ വീണ്ടും 4 ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് അലർട്ട്. മറ്റു ജില്ലകളിൽ വല്ലപ്പോഴും മഴ പെയ്യുന്നുണ്ട്. നാട്ടിൽ റബ്ബർ ടാപ്പിങ്ങിനെ ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണ്. ഒഡീഷ തീരത്ത് രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തിപ്പെട്ട് ആയതോടാണ് കേരളത്തിൽ മഴ ശക്തി വീണ്ടും പ്രാപിച്ചത്. ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ തീരത്താണ് നിലവിൽ ന്യൂനമർദ്ദമുള്ളത്. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.